ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള ബിജെപിയുടെ നിലപാടിൽ ആർഎസ്എസിന് അതൃപ്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പറിയിച്ച് കമന്റുമായി മുതിർന്ന ആർഎസ്എസ് നേതാക്കൾ. രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നുവെന്നാണ് ആർഎസ്എസ് വിമർശനം. രാജീവ് ചന്ദ്രശേഖറിനെ തള്ളി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ഛത്തീസ്ഗഡിലേക്ക് ബിജെപി സംഘത്തെ അയച്ചതിലും ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിച്ചതിലുമാണ് സംസ്ഥാന നേതൃത്വത്തോട് ആർഎസ്എസിന്റെ അതൃപ്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് പോയത്. ഇതിനു പുറമെയാണ് ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാരിനെ തള്ളി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. പോസ്റ്റിന് താഴെയാണ് മുതിർന്ന ആർഎസ്എസ് നേതാക്കളും പ്രവർത്തകരും വിമർശനമുയർത്തുന്നത്. ഹിന്ദു ഐക്യവേദിയും വിഎച്ച്പി ഉൾപ്പെടെ ആർഎസ്എസ് പോഷക സംഘടനകളും ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി. ബജ്രംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം ബജ്രംഗ് ദളും തള്ളി. രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നു എന്നാണ് ആർഎസ്എസ് നിലപാട്. ഹിന്ദുക്കളെ മറന്നുള്ള നീക്കമാണ് രാജീവിന്റേതെന്നാണ് വിമർശനം. പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും തള്ളി. രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിലവിലുള്ള ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തെ തകർക്കരുത് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാമുദായിക ഐക്യം ഉണ്ടാവണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ നിങ്ങൾ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ ക്രൈസ്തവ സഭകളും രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലാകുകയാണ് ബിജെപി നേതൃത്വം. മീഡിയ 1 തിരുവനന്തപുരം.